السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. فصل لربك وانحر. സ്നേഹമുള്ള ശ്രോതാക്കളെ, ഇന്ന് ദുൽഖഅദ 18. അടുത്ത മാസം ദുൽഹിജ്ജ 10 ഇൻഷാ അല്ലാഹ് ബലി പെരുന്നാൾ നമ്മളിലേക്ക് സമാഗതമാവുകയാണ്. ആ പേരിൽ തന്നെ ആ ദിവസം നിർവഹിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം എന്ത് എന്ന് നമുക്കറിയാം. യൗമുൻ നഹർ, ബലിദിനം എന്നാണ് ദുൽഹിജ്ജ 10 കുറിച്ച് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ആ ദിവസം നിർവഹിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം ബലിയറുക്കുക എന്നുള്ളതാണ്. ഉദ്ഹിയ്യത്ത് എന്നാണ് നമ്മൾ അതിന് പറയുക. എന്താണ് ഉദ്ഹിയ്യത്ത്? അള്ളാഹുവിൻ്റെ പ്രീതിയും തൃപ്തിയും അള്ളാഹുവിൻ്റെ ഇഷ്ടവും പിടിച്ചുപറ്റാൻ, അതല്ലെങ്കിൽ അതാഗ്രഹിച്ചുകൊണ്ട് ഒരു വിശ്വാസി സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് നാഥൻ്റെ പേരിൽ അറുക്കുന്ന ബലിയാണ് ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഫസല്ലി ലിറബ്ബിക വൻഹർ. നീ നിൻ്റെ റബ്ബിനു വേണ്ടി, നിൻ്റെ രക്ഷിതാവിനു വേണ്ടി ബലിയറുക്കുകയും നമസ്കരിക്കുകയും ചെയ്യുക എന്ന് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സ്ഥലത്ത് പറയുന്നത്, ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ നമസ്കാരവും എൻ്റെ പ്രാർത്ഥനയും ആരാധനകളും കർമ്മങ്ങളുമെല്ലാം, അതിലുപരി എൻ്റെ ജീവിതവും മരണവുമെല്ലാം നാഥനുള്ളതാണ് എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബലി സമ്പൂർണമായും നാഥൻ്റെ മാത്രം പ്രീതി ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം എന്നതിൽ സംശയമില്ല. ഉദ്ഹിയ്യത്തിൻ്റെ ചരിത്രം ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. കാരണം ചെറുപ്പത്തിൽ മദ്രസ പഠന കാലഘട്ടം മുതൽ നമ്മൾ കേൾക്കുന്ന ചരിത്രമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും മകനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും തൻ്റെ ഭാര്യ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യ ഹാജർ അലൈഹി സ്വലാമയുടെയും ഒക്കെ ചരിത്രം നമ്മൾ കേൾക്കുന്നതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ധാരാളം പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് കൊതിച്ച് ഒരു കുഞ്ഞുണ്ടാവുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. എന്നാൽ വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തനിക്ക് ഇസ്മായിൽ എന്ന തൻ്റെ മകനെ നൽകുന്നത്. എന്നാൽ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണം, ധാരാളം കൊതിച്ച് ആഗ്രഹിച്ച ആ കുഞ്ഞിനെ ബലിയറുക്കണം എന്ന കൽപ്പന സ്വപ്നത്തിലൂടെ, പ്രവാചകന്മാരുടെ സ്വപ്നം വഹിയാണല്ലോ, ആ സ്വപ്നത്തിലൂടെ തൻ്റെ മകനെ ബലിയറുക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണുകയാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പനയെന്ന് മനസ്സിലാക്കി സമ്പൂർണമായും അള്ളാഹുവിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ ഈ കാര്യം തൻ്റെ മകനെ ഓർമ്മപ്പെടുത്തുകയാണ്. തൻ്റെ മകനോട് അഭിപ്രായം ചോദിക്കുകയാണ്. അന്ന് മകന് 10-13 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്.
ആ 10-13 വയസ്സ് പ്രായമുള്ള ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പിതാവിനോട് കൃത്യമായി കാര്യങ്ങൾ പറയുകയും അള്ളാഹുവിൻ്റെ കൽപ്പനയാണെങ്കിൽ അതിൽ യാതൊരു തടസ്സവുമില്ല എന്നറിയിക്കുകയും ചെയ്ത് തൻ്റെ മകനായ സ്നേഹനിധിയായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ആ ബലി അറുക്കുന്നതിനു വേണ്ടി ഇങ്ങനെ കിടത്തുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ പരീക്ഷണം, ആ പരീക്ഷണത്തിൻ്റെ അവസാന ഘട്ടം മകനെ ബലിയറുക്കേണ്ടതില്ല എന്ന് പറയുകയും അതിനു പകരം ഒരു ബലിമൃഗത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറുക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. അതൊരാടായിരുന്നു എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതെന്തോ ആവട്ടെ, പക്ഷേ ഇസ്മായിൽ എന്ന തൻ്റെ പ്രിയ മകനെ അറുക്കേണ്ടതില്ലെന്നും അത് അള്ളാഹുവിൻ്റെ വലിയ പരീക്ഷണമായിരുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് മുൻപിൽ സമ്പൂർണമായും ത്യാഗം സഹിച്ച് ചെയ്യാൻ കഴിയുമോ എന്നുള്ള പരീക്ഷണമായിരുന്നു എന്ന് നമുക്കറിയാൻ സാധിക്കും. ഈ ചരിത്രം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ ചരിത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ്, അതല്ലെങ്കിൽ അതിൻ്റെ സ്മരണകളിലൂടെയാണ് ഓരോ വർഷവും പ്രിയമുള്ളവരെ നമ്മളൊക്കെ ഈ ഉദ്ഹിയ്യത്ത് എന്ന കർമ്മം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഉദ്ഹിയ്യത്തിന് ധാരാളം ഹിക്മത്തുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് ബലികർമ്മം ഒരു വിശ്വാസിക്ക് നിശ്ചയിച്ചിട്ടുള്ളത് എന്നുള്ളതിൽ ധാരാളം ഹിക്മത്തുകൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഒന്ന്, അള്ളാഹുവിൽ മാത്രം വിശ്വാസമർപ്പിച്ച്, അള്ളാഹുവിന് മാത്രം സമർപ്പിച്ച്, അള്ളാഹുവിൻ്റെ പേരിൽ മാത്രം അറുക്കുന്നത് കൊണ്ട് തന്നെ അത് തൗഹീദിനെ ഊട്ടിയുറപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കൂടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ പാവപ്പെട്ട പ്രയാസപ്പെടുന്നവർക്ക് ഒരു നേരം ആ പെരുന്നാളിൻ്റെ സന്തോഷ ദിവസങ്ങളിൽ മാംസം കഴിച്ച് അതിൽ മാംസം കഴിക്കാനുള്ള ഒരു അവസരം എന്നുള്ള നിലക്കുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉദ്ഹിയ്യത്തിനെ നിശ്ചയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പിശുക്കിൽ നിന്ന് ഒരു മനുഷ്യന് മോചനം ലഭിക്കുന്ന കാര്യം കൂടെയാണിത്. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സുന്നത്തിനെ പിൻപറ്റുക, ആ ഓർമ്മകൾ അഴവിറക്കുക എന്നുള്ളത് കൂടെയാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ലക്ഷ്യമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരിക്കലും അള്ളാഹുവിലേക്ക് ഈ ബലി മൃഗത്തിൻ്റെ മാംസമോ രക്തമോ എത്തുന്നില്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തെ തഖ്വയാണ് എത്തുന്നത് എന്ന് നമുക്കറിയാം. അത് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ലൻ യനാലല്ലാഹ ലുഹൂമുഹ വലാ ദിമാഉഹ വലാകിൻ യനാലുഹു തഖ്വ മിൻകും. ഒരിക്കലും ആ ബലിമൃഗത്തിൻ്റെ മാംസമോ രക്തമോ അല്ല അള്ളാഹുവിലേക്ക് എത്തുന്നത്, മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ തഖ്വ, സർവ്വതും അള്ളാഹു പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിക്കാനും അള്ളാഹു നിഷിദ്ധമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ത്യജിക്കാനും സമ്പൂർണമായും നാഥനിൽ സമർപ്പിക്കുവാനുമുള്ള ഒരു മനുഷ്യൻ്റെ സന്നദ്ധതയാണ് അള്ളാഹുവിലേക്ക് എത്തുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായി കൊണ്ടാണ് ഓരോരുത്തരും ബലി അറുക്കുന്നതിനു വേണ്ടി നിയ്യത്ത് വെക്കേണ്ടത്. ഒരിക്കലും ഞാൻ അത്യാവശ്യം സമ്പന്നനാണല്ലോ, ഞാനിത് ചെയ്തില്ലെങ്കിൽ നാട്ടുകാരെന്തു പറയും, അതല്ലെങ്കിൽ മഹലിലെ പ്രധാനപ്പെട്ടൊരു ഭാരവാഹി വിളിച്ചു പറഞ്ഞിട്ടും ഞാനത് കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും, അതല്ലെങ്കിൽ എൻ്റെ അയൽവാസികളെല്ലാം കൊടുക്കുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ കൊടുക്കാതിരിക്കുന്നത് മോശമല്ലേ, ഇത്തരത്തിലുള്ള ഉദ്ദേശങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരാൾ ഉളുഹിയ്യത്ത് അറുക്കുകയാണെങ്കിൽ അത് നിഷ്ഫലമായി പോകുമെന്നതിൽ സംശയമില്ല, നമുക്കറിയാം. എന്നാൽ വളരെ ആത്മാർത്ഥമായിക്കൊണ്ട് ഇതെൻ്റെ കടമയാണ് എന്ന പൂർണ്ണമായ ഉത്തരവാദിത്ത ബോധത്തോടെ ഓരോരുത്തരും അത് ചെയ്തെങ്കിൽ മാത്രമേ അതിൻ്റെ സമ്പൂർണമായ പ്രതിഫലം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നതിൽ സംശയമൊന്നുമില്ല. അതുപോലെ തന്നെ ഉളുഹിയ്യത്ത് അറുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. എന്നാണോ നമ്മൾ ഉളുഹിയ്യത്തിന് നിയ്യത്ത് വെക്കുന്നത് അന്നു മുതൽ നമ്മൾ മുടിയും താടിയും ശരീരത്തിലുള്ള ഒരു മുടിയും അതുപോലെ തന്നെ നഖം ഇവയെല്ലാം ഒഴിവാക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അത് യഥാർത്ഥത്തിൽ ഹാജിമാരോടുള്ള ഒരു ഐക്യദാർഢ്യം എന്ന രൂപത്തിലും നമുക്കതിനെ കാണാവുന്നതാണ്. കാരണം ഹജ്ജ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഈ മുടി നീക്കം ചെയ്യലും നഖം നീക്കം ചെയ്യലും അതെല്ലാം ഹറാമായി തീരുന്നു എന്നതുപോലെ തന്നെ
അവരോട് ഒരു ഐക്യദാർഢ്യം എന്നുള്ള നിലക്കും അതല്ലെങ്കിൽ ഹജ്ജിൻ്റെ കർമ്മങ്ങളെ ഓർമ്മിപ്പിക്കുന്നതായിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മളും ഉദഹിയത്തിന് നിയ്യത്ത് വെച്ച ആളുകൾ അത് ചെയ്യുന്നത്. അത് എന്നാണോ നമ്മൾ ഉദഹിയത്തിന് നിയ്യത്ത് വെക്കുന്നത് അന്ന് മുതലാണത് നമ്മൾ തുടരേണ്ടത്. ചില ആളുകൾ ദുൽഹിജ്ജ 1 ശേഷം ഉദഹിയത്ത് അറക്കാമെന്ന് നിയ്യത്ത് വെക്കുന്ന ആളുകളുണ്ട്. അവർ എപ്പോഴാണോ നിയ്യത്ത് വെച്ചത് അതുമുതൽ അത് ശ്രദ്ധിച്ചാൽ മതി. എന്നാൽ നേരത്തെ നിയ്യത്ത് വെച്ച ആളുകൾ ദുൽഹിജ്ജ 1 മുതൽ ദുൽഹിജ്ജ 1-ാം തീയതി എന്ന് പറഞ്ഞാൽ മാസം കണ്ടത് മുതൽ പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമ്മുടെ ബലികർമ്മം അവസാനിക്കുന്നത് വരെയുള്ള ദിവസങ്ങളിൽ പൂർണ്ണമായും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ നിയ്യത്ത് വെക്കുന്ന ആളുകൾ ബലിമൃഗത്തെ തിരഞ്ഞെടുക്കുമ്പോൾ സമ്പൂർണമായും ഒരു ന്യൂനതകളും ഇല്ലാത്തതായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഏതുപോലെ അത് ഭംഗിയിലാണെങ്കിലും അതിൻ്റെ സൈസിൽ അതിൻ്റെ വലിപ്പത്തിലാണെങ്കിലും അതിൻ്റെ എന്തൊക്കെ ക്വാളിറ്റികൾ ഒരു ബലിമൃഗത്തിന് ഒരു മൃഗത്തിനും ഉണ്ടാകുമോ അതെല്ലാം ഉള്ള രൂപത്തിലുള്ള നല്ല ഒന്നിനെ തന്നെ ഒരാൾ ബലിയറുക്കാൻ വേണ്ടി നൽകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. രോഗങ്ങളില്ലാത്ത മൃഗങ്ങളുടേതായിട്ടുള്ള ചില രോഗങ്ങളുണ്ടാകും. അത്തരം രോഗങ്ങളൊന്നുമില്ലാത്ത ന്യൂനതകളില്ലാത്തവരായിരിക്കണമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഷെയർ ഒരു മൃഗത്തെ 7 പേര് 7ഓളം ആളുകൾക്ക് പരസ്പരം ഷെയർ കൂടി അങ്ങനെ ഒരു മൃഗത്തെ ബലി അറുക്കാൻ തയ്യാറാവുന്നതിലും തെറ്റില്ല. അതും ഖൈറായ കാര്യം. നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നമുക്ക് ചെയ്യാം. ഒരു ബലിമൃഗത്തെ മുഴുവനായിട്ട് ഉദഹിയത്തിന് വേണ്ടി നിയ്യത്ത് വെക്കാൻ സാധിക്കുന്നവർ അങ്ങനെ ചെയ്യുന്നതും ഖൈറാണ്. ഏതായാലും ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഈ ബലി എന്നുള്ളത് അതല്ലെങ്കിൽ ഉദഹിയത്ത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്ത് അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണ്. അത് നിർബന്ധം തന്നെയാണ് എന്നാണ് അധിക പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. അത് റസൂലിൻ്റെ ഹദീസിനെയൊക്കെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് പല ആളുകളും അത് നിർബന്ധം തന്നെയാണ് എന്ന് പറയുന്നത്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചില ഹദീസുകളിലൊക്കെ അത്തരത്തിലുള്ള കൽപ്പനകൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എന്നാൽ അത് നിർബന്ധമല്ല, അത് പ്രബലമായ സുന്നത്താണ് എന്ന് പണ്ഡിതന്മാരും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇത് വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് എന്നതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. ഇൻഷാ അള്ളാഹ് ഈ പെരുന്നാളിന് മുൻപായി ഈ ഒരു യൗമുൻ നഹറിൽ എൻ്റെ ഒരു ബലിമൃഗം ഉണ്ടാകുമെന്ന നിയ്യത്ത് നമ്മളൊക്കെ വെക്കുക. അതിന് ഒരിക്കലും കടം വാങ്ങിയിട്ടും മറ്റൊന്നും പ്രയാസപ്പെടണമെന്നല്ല പറയുന്നത്. മറിച്ച് കഴിവുള്ളവർ, പ്രയാസമില്ലാത്തവർ ആ ഉദഹിയത്തിൻ്റെ ഭാഗമായി ആത്മാർത്ഥമായി തഖ്വയോടെ പ്രാർത്ഥനയോടെ അവസാനത്ത് ആ ഉദഹിയത്തിൻ്റെ ദിവസം നമ്മുടെ കൈകൾ കൊണ്ട് തന്നെ ആ ബലിമൃഗത്തെ റുക്കുന്ന രൂപത്തിൽ നമ്മൾ മനസ്സിൽ കാണുകയും നിയ്യത്ത് വെക്കുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.